ചേട്ടാ ഓക്കെ അല്ലേ? തുടങ്ങട്ടെ. കേരളം ഇന്നും ഇരുട്ടിലാകും, ഇന്നും പവർ കട്ട്. ഇതൊരു ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ ആണെന്ന് സങ്കല്പിച്ചു നോക്കൂ. മെഴുകുതിരി കത്തിച്ചു വെച്ച് അവിടെ ഓപ്പറേഷൻ നടത്താൻ കഴിയുമോ? ഇല്ല അല്ലേ? പക്ഷെ നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത് അരമണിക്കൂർ പവർ കട്ട് കഴിഞ്ഞിട്ട് സർജറി നടത്തിയാൽ മതി എന്നാണ്. ഓരോ മിനിറ്റിലും 3-4 പേരെങ്കിലും സർജറിക്ക് വിധേയമാകുന്നുവെന്ന് കണക്കാക്കപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ ആരോഗ്യമന്ത്രിയാണ് ഈ പറയുന്നത്. ആരോഗ്യരംഗത്ത് ലോക മാതൃക തീർത്ത കേരളത്തിന്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് എങ്ങനെ മനുഷ്യത്വ വിരുദ്ധമായ വാക്കുകൾ ഒരു ജനപ്രതിനിധിക്ക് പറയാൻ സാധിക്കുന്നു? കഷ്ടം തന്നെ. ചികിത്സയുടെ ഭാഗമായി ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചു കൊണ്ടിരിക്കെ കറണ്ട് പോയി. ആ മനുഷ്യൻ ഒരിറ്റ് ജീവശ്വാസത്തിന് വേണ്ടി കെഞ്ചി. ആ കുടുംബം KCBയുടെ മുന്നിൽ കഴിവതും അപേക്ഷിച്ചു നോക്കി. ആരും കനിഞ്ഞില്ല. പവർ കട്ട് കാരണം ഒരു മനുഷ്യൻ ശ്വാസം മുട്ടി മരിച്ചു. ഈ കേരളത്തിൽ സംഭവിച്ചതാണിത്. പവർ കട്ട് ഉണ്ടാക്കുന്ന സമയം മുൻകൂട്ടി അറിയിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമായിരുന്നു. വൈദ്യുതി തടസ്സം ഉണ്ടാകുമ്പോൾ പോലും കൃത്യമായി ഉപഭോക്താക്കൾക്ക് മൊബൈലിൽ മെസ്സേജ് വന്നിരുന്ന കാലം അവസാനിച്ചിട്ട് 2.5 മാസം പോലും തികയും മുൻപാണ് മനുഷ്യന്റെ ജീവന് പോലും യാതൊരു വിലയും നൽകാതെ പ്രസ്താവനകൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. 2.5 മാസം കൊണ്ട് ഒരു സർക്കാരിന്റെ കെടുകാര്യസ്ഥത കേരളം തിരിച്ചറിഞ്ഞു. വീണ്ടും പോയോ?